ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? അവരെ നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണ് ഗായ്സ്. നമ്മൾ പോവാൻ വേണ്ടി ഇറക്കിയാണ്. ഇപ്പൊ വയലിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇതുവരെ അങ്ങ് പോവുകയാണ് ഗായ്സ്. പോകുന്ന വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ. നമ്മൾ കാറിൽ കയറി ഇല്ല, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗായ്സ്. പോകുന്ന വിശേഷങ്ങളുമായിട്ട് കാണാം. നമ്മൾ മണ്ണറത്തോട്ട് എത്തി ഇല്ല. നമ്മൾ ലൈഫ് ജാക്കറ്റിന് പേര് കൊടുക്കുവാണ്. നമ്മള് ആറല്ല, നമ്മള് 4 പേരാണ് ഗായ്സ്. ഇനി നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ബോട്ടിൽ കയറാം. അതിന്റെ വിശേഷങ്ങൾ കാണാം. താമര കയറുവാണ്, ആവത്ത് കേറി വരുവാണ്. ഞാൻ കേറി ജാക്കറ്റ് ഒക്കെ ഇട്ട് താമരതോ അവിടെ വാപ്പാടത്തിരിപ്പോണ്ട്. താമര എങ്ങനെയുണ്ട്? വൈബല്ലേ? സെറ്റ് വൈബ്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം ഗൈസ്. വെയില് തലയിലല്ല, നല്ല വെയിലുണ്ട് ഗൈസ്. ഗൈസ് കൊള്ളാം ഗൈസ്, വൈബ് സാധനം ഗൈസ്. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. യെസ് ഗൈസ്. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാ, ഞങ്ങൾ പറയാതില്ല. സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാരും. ഗുഹാടക്കത്തൊരു സ്ഥലത്തിന്റെ അകത്തൂടെ പോവാണ്. നല്ല ഒരു കമ്പൊക്കെ ഇങ്ങനെ വെച്ചൊരു വൈബ് ഒരു സ്ഥലം ഗൈസ്. നിങ്ങൾ എല്ലാവരും മസ്റ്റ് ട്രൈ ഗൈസ്. നിങ്ങൾ വന്നു നോക്കണം. ഇവിടെ കയാക്ക് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. നിങ്ങൾ വരണം ഗൈസ്, ഉറപ്പായിട്ടും വരണം. ഓക്കെ, വെയില് വരണ എത്ര കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ നന്നായിട്ട് ഇല്ല വെയിലുണ്ട് കേട്ടാ. അതാ, ഞാൻ കാറിലും ബൈക്കിലും ഒക്കെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാ ബോട്ട് അല്ല വെള്ളത്തില് നമ്പർ പ്ലേറ്റ് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ടൽക്കാടിലാണ്. ഇത് ഇവിടെ തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഇങ്ങോട്ട് ഈ വള്ളം ഇങ്ങോട്ട് ഒതുക്കി ഇട്ടിട്ട് നമ്മൾ ഇവിടെ ഒക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി നിർത്തിയതാണ്. നമുക്ക് ഇച്ചിരി നേരം എൻജോയ് ചെയ്യാനും കൂടെ. എൻജോയ് ചെയ്യാം ഗൈസ്. ഒരുത്തൻ മങ്കിയെ കണക്ക് കയറുവാണ്. കായലിന്റെ നടുക്കുള്ളതാണ് ഈ കണ്ടൽക്കാട്. എനിക്ക് ഇതിന്റെ പേര് പെട്ടെന്ന് വായി വരുന്നില്ല ഗൈസ്. ഇങ്ങനെ കറക്കി കാണിച്ചു. വൈബ് ചെയ്യാൻ കണ്ടൽക്കാടി നിർത്തിയതാണ് ഗൈസ്. ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ വേറെ സ്പോട്ടിൽ പോവുകയാണ്. നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അവിടുന്ന് നമ്മള് ഇറങ്ങി ഇനി അടുത്ത സ്പോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിലര് കയാക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് എത്താറായില്ല. അവിടെ ഇവിടെ 3 കണ്ടറകളുണ്ട് ഇല്ലേ? ആ കണ്ണറകളുണ്ട് ഇല്ലേ? അവിടെ
ഗായ്സ് ഇതാണ് നമ്മളെ ബോട്ടി എല്ലാം കൊണ്ട് അല്ല വെള്ളത്തിൽ എല്ലാം കൊണ്ടുപോയി കാണിച്ചു തരുന്ന മാമ. പേര് അമ്പിളി മാമ എന്നാണ്. വാപ്പയുടെ ഒരു സുഹൃത്തും കൂടെയാണ്. ഇവിടെ എല്ലാം നമ്മളെ കൊണ്ടുപോയി എല്ലാം കാണിച്ചു തരുന്ന ഈ മാമ ആണ് ഗായ്സ്. അപ്പം ഗായ്സ് ഇതിന്റെ ഇവിടുത്തെ മെയിൻ വ്യൂ എന്ന് പറയുന്നത് ബാക്ക് ആ ഭാഗം കണ്ടു. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഇവിടെ നമുക്ക് കയാക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, വള്ളത്തിൽ നമുക്ക് യാത്ര ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വരുന്നെങ്കിൽ നിങ്ങൾ സെറ്റ് വൈബ് സ്ഥലമാണ് ഗൈസ്. നിങ്ങളെ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യണം ഗൈസ്. നമ്മളെ കാട്ടി അറിയാവുന്ന ഈ മാമാർക്കായിരിക്കും. ഈ മാമ നമ്മളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കറക്കി അതിന്റെ വ്യൂ എല്ലാം മനസ്സിലാക്കി തരുന്ന മാമാണ്. മാമ ഇപ്പൊ ഒരു സ്ഥലം നമ്മൾക്ക് കാണിച്ചു തന്നോണ്ടിരിക്കുവാണ് ഗൈസ്. അതിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ അതിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്ന ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. ഗൈസ് അതൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഇനി അടുത്ത് നമ്മള് പാലത്തിന്റെ അകത്തൂടെയാണ് പോകുന്നത്. പാലത്തിന്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പൊ അതുവഴി കുറെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ അതുവഴിയാണ് അടിയിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. ഗൈസ് താമറിന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ അടിയിൽ കൂടെ പോകുന്നേക്കാണ് കാണിച്ചു തരാം. ഞാൻ കുനിയേണ്ടി വരും. താമര ഇപ്പളെ കുനിഞ്ഞു ഗൈസ്. ഞാൻ കുനിഞ്ഞിരിക്കുവാണ്. ഇതാ തട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഇനി നേരെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സ്ഥലമൊക്കെ ഗൈസ്. ഇതിന്റെ അകത്തോട്ട് കയറി പോവാണില്ല ഉറപ്പായിട്ടും വരണം ഗൈസ്. മസ്റ്റ് ട്രൈ. ഞാൻ എന്ത് ഇത്രയും പറയുന്നതെന്ന് വെച്ചാൽ സെറ്റ് സ്ഥലം ഗൈസ്, സ്പോർട്ടി സ്ഥലം. നിങ്ങൾ എല്ലാവരും വന്ന് അടിച്ചു പൊളിക്കണം ഗൈസ്. വെക്കേഷൻ ടൈമല്ലേ, സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന ടൈമല്ലേ, എല്ലാവരും വന്ന് അടിച്ച് തകർത്ത് പൊളിക്കണം ഗൈസ്. ഗൈസ് താമറിന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടോ? സെറ്റ് ഗൈസ്. ഈ സ്ഥലം എന്ന് വെച്ചാൽ നല്ല വൈബുള്ള സ്ഥലമാണ് ഗൈസ്. ഇതാണ്ടോ നമ്മളിപ്പോ ഓരോരുത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇനി നമുക്ക് അണ്ണന്റെ അടുത്ത് വെക്കാം. താമര ഇവിടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഇപ്പൊ 15 വർഷത്തിൽ കൂടുതലായി. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ മെയിൻ സഞ്ചാരം എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. ഇത് കനാൽ ബോട്ടിംഗ് ആണ്. വള്ളത്തിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് രാവിലെ 6 മണിക്ക് തുടങ്ങും, വൈകിട്ട് 6 മണി വരെ ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ഉള്ള കുട്ടവഞ്ചിയുണ്ട്, പെഡൽ ബോട്ടുണ്ട്, കയാക്കിംഗ് ഉണ്ട്, ശിക്കാരി ബോട്ടുകളുണ്ട്. ഇതെല്ലാം ഉണ്ട്. അതിവിശാലമായിട്ട് കഴിക്കാനുള്ള ആഹാരമൊക്കെ നല്ല രുചിയോടുകൂടി കിട്ടുന്ന കടകളുണ്ട്. എല്ലാം ഇവിടെ കഴിക്കാൻ എന്തൊക്കെ കിട്ടും? ഇവിടെ കിട്ടുന്നത് ഇവിടുത്തെ തന്നെ മത്സ്യങ്ങളാണ്, കായൽ മത്സ്യങ്ങളാണ്. അതിൽ കരിമീൻ മെയിനാണ്. അതുപോലെ കൊഞ്ചുണ്ട്, ഞണ്ടുണ്ട്, കക്കയുണ്ട്, കല്ലുമേക്കായുണ്ട്. ഇങ്ങനത്തെ വിഭവങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പുറത്തുനിന്നുള്ള മീനുകളൊന്നും ഇവിടെ എടുക്കത്തില്ല. ഇവിടെ തന്നെയുള്ള എല്ലാം നമ്മുടെ ഈ കായലിലെ മീനാണ്. നല്ല ഫ്രഷ് മീൻ തന്നെ. നല്ല ഫ്രഷ് മീനാണ്. നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് അത് വെട്ടുന്നത്. അത് മസാല വരട്ടി നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് തരുന്നതൊക്കെ നേരിട്ട് തന്നെ കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴി കൊല്ലത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മൾ നേരെ കുണ്ട്ര വരിക. കുണ്ട്രയിൽ നിന്ന് ചിറ്റുമല നിന്ന് മൺട്രോത്തുരുത്തിൽ വന്നു കഴിഞ്ഞാൽ എസ് വളവ് എന്ന് പറയുന്ന ഭാഗമാണ് ഇത്. ഇത് കനവിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ കനാൽ വഴിയൊക്കെ പോകുന്നതിനും ഒക്കെ ഉള്ളതാണ് കനവിങ്. ഈ ചെറിയ വള്ളങ്ങളിൽ ഇങ്ങനെ കൊണ്ടുപോയി നിങ്ങളെല്ലാം കാണിക്കുന്നതിനും. പിന്നൊരു ഡൗട്ട്, വേറെ വെളിയിൽ നിന്നുള്ള വെള്ളങ്ങളൊക്കെ വെളിയിൽ നിന്നുള്ളതെന്ന് പറയുമ്പോൾ നമുക്കുള്ള മൺട്രോത്തുരുത്തിൽ ഒട്ടനവധി വള്ളങ്ങളുണ്ട്. ഇപ്പം നമ്മളിവിടെ ഒരു സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 4 യൂണിയനുണ്ട്, 60 പേരുണ്ട്, 60 വള്ളമുണ്ട്. ഇവിടെ ഒരുപാട് ജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എപ്പോൾ വന്നാലും ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വള്ളങ്ങൾ ഇഷ്ടം പോലെ ഏത് സമയത്തും കിട്ടും. ഗായ്സ് ഇവിടെ സേഫ്റ്റി കിട്ടൊരു കളിയില്ല. നമ്മൾ ഇവിടെ കേറിയിട്ടും ഇത് ഊരാൻ വന്നപ്പോൾ പലപ്പോഴും അണ്ണം പറഞ്ഞു ഊരല്ലേ ഇവിടെ സേഫ്റ്റി കിട്ടൊരു കളിയില്ല. ഇവിടെ സേഫ്റ്റി കിട്ടിട്ടൊരു കളിയില്ല. നമ്മള് ചോദിച്ചു അവിടെ എത്തിയപ്പോഴത്തേക്കും ഇതൊന്ന് ഊരിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇല്ല. നമ്മളെ സേഫ്റ്റിയാണ് അവർക്ക് മുഖ്യം. അതാണ് ഗൈസ്. അണ്ണൻ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതില് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ഇവിടെ ഇപ്പൊ ഈ പോകുന്ന വഴിക്കൊന്നും ആഴമില്ല. ഇപ്പൊ തന്നെ ഇപ്പൊ
ഇപ്പൊ നമ്മുടെ മുട്ടിനൊപ്പം വെള്ളം ഉള്ളിടത്താണ് പോകുന്നത് എങ്കിൽ പോലും നമ്മൾ ജാക്കറ്റ് ഇടാതെ വെള്ളത്തിൽ കൊണ്ടുപോകത്തില്ല. അതൊരു വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അവന് നമ്മളെ സേഫ്റ്റിയാണ് ഗൈസ്, സേഫ്റ്റിയാണ് മുഖ്യം. ഞങ്ങള് നിങ്ങൾക്കുള്ള സേഫ്റ്റി നോക്കുന്നത് ഞങ്ങള്, അപ്പോഴേ അതുപോലെ നിങ്ങള് നമ്മുടെയും സേഫ്റ്റി നോക്കുക. നമ്മളെ ഈ ഇത് തുടഞ്ഞോണ്ട് പോകുന്നെങ്കിൽ തന്നെയും നമ്മളെയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഞാൻ അണ്ണന്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ താരം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കി. നിങ്ങൾ ഉറപ്പായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് എസ് വളം. ഗൈസ് ഉറപ്പായിട്ടും പറഞ്ഞ ഈ വെക്കേഷൻ എല്ലാരും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അല്ലാതെ വരാൻ ഗൈസ്, ശനി ഞായറും വരാൻ ഗൈസ്. ഇതിന്റെ മാപ്പും കൂടെ ഇട്ടേക്കാം. ഇതിന്റെ മാപ്പും കൂടെ ഇട്ടേക്കാം. ഓക്കെ. ഇവിടെയുള്ള എല്ലായിടത്തും നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചോ. ഇവിടുത്തെ ഇതൊക്കെ വൈബല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അഷ്ടമുടി കായലിന്റെ ഒരറ്റമാണ്, അല്ല ഒരു ഭാഗമാണ് ഗൈസ് ഈ മൺട്രോത്തുരുത്ത്. അഷ്ടമുടി കായലിന്റെ ഒരു ഭാഗമാണ് ഗൈസ് ഈ മൺട്രോത്തുരുത്ത്. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുത്തെ എല്ലാം കണ്ടു ഗൈസ്. ഇനി നമ്മൾ ഇനി അടുത്ത സ്പോട്ടിൽ പോകുന്നത് ഇറങ്ങിയിരിക്കാൻ പറ്റുന്നതാണ് ഗൈസ്. എന്നുള്ള വീഡിയോ ആയിട്ട് കാണാം. ഇറങ്ങിയിരിക്കാനുള്ള സ്ഥലം എത്തി. താരെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇറങ്ങിയിരിക്കാം. അമ്മറിന്റെ കാലിന്റെ ഇവിടം വരെ ഉള്ളു വെള്ളം. കായലിന് നടുക്കാണ് ഗൈസ്. സെറ്റാണ്. ഫസ്റ്റ് ടൈം ആണ് ഇവര്, സെക്കൻഡ് ടൈം ആയിരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ്. നല്ല വൈബല്ലേ സ്ഥലം? നല്ല വൈബാണ്, നല്ല സ്ഥലമാണ്, നല്ല ജേർണിയാണ്, എൻവയോൺമെന്റ് ആയിട്ട്. ഇവിടെ എല്ലാ തരം ട്രക്കിംഗ് അല്ല ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചൂസ് ചെയ്തത് ഇതുവഴിയാണ്, നമ്മുടെ റോഡ് ബോട്ട്. ഓക്കെ താങ്ക് യു. അപ്പം ഗൈസ് നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം. ഇവിടെ കുഴപ്പമില്ല. അപ്പം ഗൈസ് നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം. ഇവര് നല്ല എൻജോയ് ഒക്കെ ചെയ്തു. നിങ്ങൾക്ക് എൻജോയ് ഒക്കെ ചെയ്തത് ബോട്ടിങ്? ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അടിപൊളി. ഇവിടെ ഒരു നല്ല ഐലാൻഡ് ആണ്, ബാക്ക് വാട്ടർ ആണ്. ഞാൻ അങ്ങനെ കേരളത്തിൽ കുറവാണ് വരാൻ, പക്ഷെ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല വൈബ് സ്ഥലമാണെന്ന് പറയുന്നത്. വൈബാണ്, വൈബിങ്. നമ്മൾ ലക്നൗടെ നമ്മള് എല്ലാ വർഷം നാട്ടിൽ വരും. ഇപ്പൊ നമ്മള് ഈ സ്ഥലത്തിൽ വന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഐ ലവ് ഇറ്റ്. അപ്പം ഗൈസ് നമ്മളിവിടെ വന്നപ്പോ ഒരു തമിഴ്നാട് ഉള്ള അണ്ണന്മാർക്ക് ഇട്ടിട്ടുണ്ട്. അമ്മക്ക് അവരുടെ അടുത്ത് അമ്മക്ക് ചോദിക്കാം. ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? വൈബാണോ? നല്ല വൈബാണോ? നല്ല സെറ്റ് ബോട്ടിങ് എല്ലാം ഉണ്ടല്ലോ. നിങ്ങളെല്ലാം ചെയ്തേ? വർക്കലയിൽ വന്നു. ബോട്ടിങ് ഇപ്പം ഈ വെക്കേഷൻ ടൈമിൽ ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ. டிசம்பர் டைம் இங்கே கிளைமேட் கொஞ்சம் சில்லாக இருக்கும். நாங்கள் மற்ற டைமோட നിങ്ങൾ വേറെ ട്രിപ്പ് വരെ கோகர்னா இனிஷியலாக இருந்துச்சு, அப்புறம் ஷிஃப்ட் பண்ணி இங்கே வந்து കേരള പോവാണ്. ഇവിടുന്ന് നമ്മൾ പോവാണ്, അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് ഗൈസ്. എൻജോയ് ചെയ്ത് ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്ത വീഡിയോ എടുക്കാം. നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ തന്നെ തിരിച്ചു പോവാണ് ഗൈസ്. ബോട്ട് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളെ ഇവിടെ എല്ലാം കറങ്ങി കാണിച്ചത് ഈ
ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. അപ്പം ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇല്ല പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് നമ്മളെ ബോട്ടിങ്ങിന്റെയും ആ അണ്ണനൊക്കെ സെറ്റ് ആയിരുന്നു. നമ്മളെല്ലാവരും കൊണ്ട് ചോദിപ്പിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിപ്പിച്ച് ഗൈസ്. പിന്നെ നമ്മള് തമിഴ്നാട് അണ്ണന്മാരെയും കൂടെ പരിചയമൊക്കെ പെട്ട് എല്ലാവരും പരിചയപ്പെട്ടൊക്കെ ചെയ്ത് ഗൈസ്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.